2 മാസുകൾ ഉണ്ടെങ്കിൽ അവർ തമ്മിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാവും. പറഞ്ഞ കാര്യം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ 2 ചാർജ് ഉണ്ടെങ്കിൽ, Q1 ഉം Q2 എന്ന് പറഞ്ഞ 2 ചാർജ് ഉണ്ടെങ്കിൽ അവർ തമ്മിൽ എന്ത് ഫോഴ്സ് ഉണ്ടാവും? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉണ്ടാവും. ഓൾറെഡി പഠിച്ചതാണ്. മാസ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി കൊണ്ട് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഉണ്ടാവുന്നു. ചാർജ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി കൊണ്ട് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉണ്ടാവും. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് പഠിച്ചപ്പോൾ അതിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ഇക്വേഷൻ? ന്യൂട്ടന്റെ ഇക്വേഷൻ, ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, F = G m1 m2 / r² എന്ന് പഠിച്ചില്ലേ? ഓർമ്മയില്ലേ? പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് സാർ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന് ഒരു ഇക്വേഷൻ ഉണ്ടാവില്ലേ? അതിന് ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷനാണ് നമ്മൾ വിളിക്കുക കൂളംസ് ലോ. അവിടെ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞ ന്യൂട്ടൺ ഉണ്ടാക്കിയ ലോ പോലെ ഇവർ തമ്മിലുള്ള ഫോഴ്സിന്റെ ഇക്വേഷനെ കൂളംസ് ലോ എന്ന് വിളിച്ചു. ഇതിന് കൂളം എന്ന് പറയാം. നൈസായിട്ട് കോപ്പിടിച്ചു. എങ്ങനെ കോപ്പിടിച്ചത്? നിങ്ങൾക്ക് ചെയ്യാവുന്നുള്ളൂ. നോക്കി ആ ഇക്വേഷൻ തന്നെ എഴുതി. F = G എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ഇത് ഗ്രാവിറ്റി അല്ലാത്തതുകൊണ്ട് കോൺസ്റ്റന്റ് നമ്മൾ മാറ്റണം. തൽക്കാലം കോൺസ്റ്റന്റ് നമുക്ക് K എന്ന് വിളിക്കാം. എന്തോ ഒരു കോൺസ്റ്റന്റ്. അവിടെ m1 m2 വരുന്നു. ഇവിടെ എന്തായിരിക്കും വരിക? സാർ Q1 Q2. ഓക്കെ. അവിടെ r² ആണ്. ഇവിടെ എന്താ വരിക? ഇവിടെ r². എന്നിട്ട് കൂളും ഇങ്ങനെ എഴുതിയിട്ട് പറഞ്ഞു, ഞാൻ കണ്ടുപിടിച്ചേ, പുതിയ ലോ ഞാൻ കണ്ടുപിടിച്ചേ. ഇനി ഞാൻ കൂളുംസ് ലോ എന്ന് വിളിച്ചു. സംഭവം എന്താണ്? ബേസിക്കലി ലോ ഓഫ് ഗ്രാവിറ്റേഷന്റെ ഒരു കോപ്പി നമുക്ക് പറയാനില്ല, പക്ഷേ ഇൻസ്പയർഡ് ഫ്രം ദാറ്റ്. നമ്മൾ പാട്ടൊക്കെ പറയില്ലേ, ഒരാൾക്ക് ഒരു കോപ്പി ചെയ്യുമ്പോൾ ഇൻസ്പയർ ചെയ്താണ്. അതുപോലെ ഇൻസ്പയർ ചെയ്തൊരു ഇക്വേഷൻ ആണ്. ഓക്കെ മക്കളെ, +2 ഏരിയ ബാച്ചിന്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തു. ബുദ്ധിമുട്ടില്ലാതെ പഠിക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കാം.